ചെറിയ പറഞ്ഞ വളരെ സീരിയസ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ റീഡേഴ്സിന്റെ കാര്യം പറഞ്ഞു. അവരുടെയൊക്കെ ക്രൈം ജനറലി എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ക്രൈം ചെയ്തിട്ട് വന്നവരാണ്? ഈ സീരിയസ് റീഡിങ്ങും സിനിമ വ്യൂയിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞവർ ഏത് കാറ്റഗറി ഓഫ്? കുറച്ച് പേര് പറഞ്ഞ മാതിരി മാവോയിസ്റ്റ് ആൾക്കാരുണ്ട്. അവർ ക്രൈമല്ല, ഈ പറഞ്ഞ രൂപേഷ് പോലുള്ള ആൾക്കാർ ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് പേര് അവിടെയുണ്ട്. പ്ലസ് ചില പിന്നെ അബദ്ധത്തിൽ പെടുന്ന ഒരു NDPS കേസിലൊക്കെ അബദ്ധത്തിൽ പെടുകയോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഏതായാലും ഒരു കേസിൽ പെട്ടു. ആ കേസോടുകൂടി അവൻ്റെ ക്രൈം കഴിഞ്ഞു. പക്ഷെ അവൻ പഴയ മനുഷ്യനായിട്ടോ നിൽക്കുകയാണ്. നമ്മളിപ്പോഴും പറയുമ്പോൾ നമ്മൾ ജയിലിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജയിലിൽ തടവുകാരൻ ദീർഘകാലം കിടന്നതിനെ പറ്റി വാർത്തയുണ്ടായിരുന്നല്ലോ. ഈ ജയിലിലും ഉണ്ട് 35 കൊല്ലം കിടന്ന ആൾക്കാരുണ്ട് ഇവിടെ ജയിലിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും വിചാരിക്കുക ഏറ്റവും ഹീനിയസ് ക്രൈം എന്ന് പറഞ്ഞാൽ മർഡർ അല്ലെങ്കിൽ റേപ്പ് ആൻഡ് മർഡർ ആണല്ലോ. ഓക്കെ, ഹീനിയസ് ക്രൈം തന്നെയാണ്. പക്ഷെ അതിനാണ് കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോഴും അവരുടെ പ്രിമച്ചർ റിലീസ് വരുന്ന ആ സമയം വരുന്ന ബോർഡിൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴും അന്ന് ചെയ്തതല്ലേ, അതെ അന്ന് ചെയ്തതാണ്, അന്ന് ചെയ്തതിനാണ് ഇപ്പോൾ കിടക്കുന്നത്. 30 കൊല്ലമായി കഴിഞ്ഞ. അപ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് ചെയ്തൊരു ക്രൈമിന് വേണ്ടി അതിനാണല്ലോ കിടന്ന് എത്ര കാലം കിടന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനോട് ചെയ്യുന്നൊരു പാതകമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷെറിൻ 14 കൊല്ലം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങിപ്പോയി. ഷെറിൻ 1-ാം പ്രതിയാണ്. 2-3 പ്രതി കിടക്കുന്നുണ്ട് അവിടെ. എന്താ നീ അയാളുടെ ഷെറിനാണ് ആ ക്രൈമിൽ ഇവരെ വിളിച്ചു വരുത്തി ആ ക്രൈം ചെയ്തത്. എന്നിട്ട് പല ഇതിൻ്റെ വെളിച്ചത്തിൽ, സ്ത്രീയാണെന്നുള്ളതിൻ്റെ വെളിച്ചത്തിലും ഒക്കെ ഷെറിൻ എന്തായാലും ഇറങ്ങിപ്പോയി. ആ ക്രൈമിൽപ്പെട്ട 2-3-4 പ്രതികൾ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതേപോലെ പല പൊളിറ്റിക്കൽ കേസിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും പല ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ കുറേ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ 20 വർഷം പ്ലസ് കിടക്കുന്ന ഒരു 10-15 പേര് അവിടെ ഉണ്ടാവും. 30 വർഷം കിടക്കുന്ന 3-4 പേരുണ്ട് അവിടെ. 30 വർഷം എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് 30 വർഷം എന്ന് വെറുതെ പറയാം. പക്ഷേ 30 വർഷം കഴിഞ്ഞ 30 വർഷങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്ന് ആലോചിച്ച് നോക്കും. 30 ഓണങ്ങൾ, 30 ക്രിസ്മസുകൾ, 30 ന്യൂ ഇയറുകൾ, 30 കൊല്ലം. അപ്പം എൻ്റെ ഒഫീഷ്യൽ ജീവിതം ഇതുപോലെ 26 കൊല്ലമുള്ളൂ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ മുമ്പ് വേറെ പ്രൈവറ്റിലായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു സ്പാനാണ്. അപ്പോൾ അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോൾ കുറേ പേര് ഇറങ്ങി പോവുകയാണ്. ഈ പറയുന്ന കുറച്ച് പേര് എന്തെങ്കിലും സ്വാധീനത്തിൻ്റെ പേര് കുറച്ച് ഇറങ്ങിപ്പോകുന്നു, ബാക്കിയുള്ളവർ കിടക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, ജയിലിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കറക്ഷണൽ ഹോം എന്ന് പറയുമ്പോൾ ഒരു തടവുകാരനെ അവൻ ജയിലിൽ ജയിലിൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് എ കറക്ഷണൽ ഹോം. അപ്പോൾ ഹി ഹാവ് സം അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലം വിത്ത് സൊസൈറ്റി. ഇപ്പോൾ മഹാത്മാഗാന്ധി പറയുകയാണെങ്കിൽ prisoners are patients in a hospital. ഒരു പേഷ്യൻ്റ് രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു. അവിടുത്തെ മെഡിക്കേഷൻ, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, അവിടുത്തെ എല്ലാം കൊണ്ട് അവൻ രോഗം ഭേദമായി പുറത്തു പോകുന്നു. എന്നതുപോലെ സൊസൈറ്റിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിട്ടാണ് ഒരാൾ ജയിലിലേക്ക് വരുന്നത്. നമ്മൾ ഫുട്ബോൾ കളിയിൽ നമ്മൾ റെഡ് കാർഡ് കാണിച്ച് പുറത്തായ ആളാണ് ആൾ. നമ്മളതെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ അവൻ തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ പുറത്തേക്ക് വിടണ്ടേ? പിന്നെ ഇന്ത്യയിൽ എത്ര ആൾ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അന്നത്തെ കഥ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? എത്ര പേര് തിരുത്തപ്പെടുന്നുണ്ട് സർ ഈ കറക്ഷണൽ ഹോം എന്നുള്ള ജയിലിന്റെ മറ്റൊരു പേര്? എത്ര പെർസെൻറ്റേജ് ഓഫ് ആളുകൾ ഈ തിരുത്തപ്പെടുന്നുണ്ട്? തിരുത്തലുകൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അതൊരു മെഷറബിൾ അല്ല. എങ്ങനെ ഇയാൾ എത്ര പെർസെൻറ്റേജ് തിരുത്തപ്പെട്ടു എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവുക? അത് ഹി ഹാവ് ടു പ്രൂവ് വിത്ത് അവൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ബാക്കിയുള്ള ജീവിതം കൊണ്ട് അവൻ തെളിയിക്കണം ഞാൻ കറക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അല്ലാണ്ട് പാരസെറ്റമോൾ കൊടുത്ത് പനി മാറി എന്ന് പറയുന്ന പോലെ ഇവൻ 50% ഇവൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് മനസ്സിൽ നടക്കുന്ന പ്രക്രിയ, ടാഞ്ചിബിൾ അല്ല, മെഷറബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. ഞങ്ങളാണ് പ്രസിഡൻസുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആൾക്കാർ. അപ്പോൾ അവൻ്റെ മുൻപത്തെ വന്ന അവൻ്റെ ബിഹേവിയറുകളും അവൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങളും അവിടെ ഇൻഡിസിപ്ലിൻ കാണിച്ചാൽ അവിടെ ശിക്ഷ കിട്ടും. അവിടെ നമ്മൾ അവനെ മാറ്റി നിർത്തും, അവന് അംഗീകാരം കൊടുക്കില്ല, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെയാണ് തോന്നുകയാണ്. അപ്പോൾ ഞങ്ങൾ പറയാനാണ് എടുക്കേണ്ടത്, ജയിലിലെ ആൾക്കാർ പറയുന്നതാണല്ലോ എടുക്കേണ്ടത്. ഇയാളെ ഹീസ് എലിജിബിൾ ഫോർ റിലീസ്, പ്രീമച്വർ റിലീസ് എന്ന് പറയുമ്പോൾ ആ ബോർഡിൽ പക്ഷേ അഡ്വൈസറി ബോർഡ് ഫോർ പ്രീമച്വർ റിലീസ്, ദാറ്റ്സ് എ ബോർഡ് ഫോർ റെക്കമെൻഡിങ് പ്രീമച്വർ റിലീസാണ്. പക്ഷേ ബോർഡ് പലപ്പോഴും തിരിക്കുക. അതിന് റിവേഴ്സ്. ഇപ്പോൾ ജയിൽ DGP ആണ് ചെയർമാൻ, സെഷൻ ജഡ്ജ്, ഡിസ്ട്രിക്ട് കളക്ടർ, SP, പിന്നെ 3 പ്രൊബേഷൻ ഓഫീസർ, പിന്നെ 3 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പിന്നെ സൂപ്രണ്ട്. അങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ സിനോപ്സിസ് വെക്കും, അത് ചർച്ച ചെയ്യും.
സിമ്പിൾ ഉടനെ അവൻ അന്ന് ഒരാളെ വെട്ടിക്കൊന്നു. ശരി, അത് കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇത്രയും പേര് മരിച്ച ചൂരൽമല ദുരന്തം നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടപ്പോൾ നമുക്ക് സഹിക്കില്ല ചൂരൽമലയുടെ കാണുമ്പോഴേ. അപ്പോൾ അത് പെട്ടെന്ന് മറന്നുപോയി. എന്ത് ഇത് മറക്കാത്തതെന്തോ നമ്മൾ അതെ, അതൊരു പ്രോബ്ലം തന്നെയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ തിരിച്ചു വയ്ക്കുക. അപ്പോൾ എൻ്റെ ഒരാൾക്കാണ് ക്രൈം സംഭവിച്ചെങ്കിൽ ഞാൻ സമ്മതിക്കുമോ? ഓക്കെ, അത് കൺസേൺ ആണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ വയ്ക്കാം, ഇയാളെ ഈ വിക്ടിം താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോകരുത് എന്ന് ഒരു കണ്ടീഷൻ വയ്ക്കാം. അതിന് മുമ്പിൽ കൂടെ പോകരുത്. ഇപ്പം നാളെ വെല്ലുവിളിച്ച് നടക്കരുത്. കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ കേസ് പറഞ്ഞ പോലെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി വെല്ലുവിളിച്ച് നടക്കരുത്. വിക്ടിമിനെ കാണരുത്. അല്ലെങ്കിൽ വിക്ടിമിനൊരു പ്രശ്നം ഉണ്ടാവരുത്, ട്രോമ ഉണ്ടാവരുത്. അപ്പോൾ വിക്ടിം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ വരരുത്. നമ്മൾ മുൻപ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ ആയിരുന്നു. ടു ആൻഡമാൻ ഇവിടേക്ക് 2 കേസായിരുന്നു. ഹീനിയസ് ഏറ്റവും വലിയ കുറ്റത്തിന് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷൻ. അതുപോലെ ഇവിടെ നിന്ന് നാട് കടത്തട്ടെ, ഇവിടെ നിന്ന് നിൽക്കണ്ട. അപ്പോൾ എന്തിനാണ് ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ ഇത്രയും കാലം പൂട്ടിയിടുന്നത്? നമുക്കൊരു പട്ടീനെ എത്ര കാലം പൂട്ടിയിടാൻ പറ്റും? നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി അതാണ് 2 വട്ടം കടിച്ചിട്ടുണ്ട്, നമ്മൾ പിള്ളേരായിട്ട് ഓടിച്ചിട്ടുണ്ട്, പ്രശ്നമുണ്ട്. അപ്പോൾ അവനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര കാലം അവന് കൂട്ടിൽ തന്നെ പൂട്ടിടാൻ പറ്റും? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ, ഓക്കെ ഒന്ന് ഇറക്കാം, കുറച്ചിറക്കാം, ആൾക്കാർ വരുമ്പോൾ എത്തുക, അങ്ങനെ നമ്മളങ്ങനെ വിചാരിക്കണ്ടേ? പക്ഷെ അത് മനുഷ്യനോട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ചോദിച്ചില്ലേ, മാഡം ചോദിച്ചില്ലേ, ഇത് മാഡത്തിൻ്റെ ഒരു കിത്താൻ കിന്നാണ് ജയിലിൽപ്പെട്ടത്. ഈ പറഞ്ഞ 20 വർഷം കഴിഞ്ഞു, 25 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അയാൾ അവിടെ കിടന്നോട്ടെ എന്ന് തന്നെയാണോ വിചാരിക്കുക? ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണത്. അപ്പോൾ വേറെ ഇതിൽ പറഞ്ഞാൽ ഇത് മനുഷ്യനോട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു മൃഗാധിപത്യമാണെന്ന് വിചാരിക്കും. കാട്ടുമൃഗങ്ങളുടെ ഒരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരു പുലിയെ പൂട്ടിയിട്ടേക്കുക. എന്നിട്ട് ഇതവർ പൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഒരു സമ്മേളനം നടക്കുമ്പോൾ പുലികളെല്ലാം പറ്റി പറയുന്നത് ഇവനെ ഇനി വിടരുതെന്ന് തന്നെയാണ് പറയുക. മനുഷ്യനോടാണ് പറയുന്നത്. ഇത് പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അകത്ത് കിടക്കുക. പിടിക്കപ്പെടാത്ത കുറേ പേര് പുറത്തുണ്ട്. അല്ല, ജീവപര്യന്തം എന്ന് പറയുന്നത് ടിൽ ദ എൻഡ് ഓഫ് ലൈഫ് ജീവപര്യന്തം. അപ്പോഴാണ് ഗവൺമെൻറ് പറയുന്നത് 14 years ആക്ച്വൽ ഇംപ്രിസൺമെൻറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കേസ് ഒരു ബോർഡിൽ വെക്കാം, ബോർഡിന് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ അവന് ചെയ്യുന്നുണ്ട്, കുറേ പേരെ വിടുന്നുണ്ട്. ഇപ്പോൾ ഷെറിൻ പോയില്ലേ, ആ അവസരം മറ്റുള്ളവർക്കില്ലാത്ത. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 10-16 കൊല്ലമൊക്കെ ആക്ച്വൽ ഇംപ്രിസൺമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ഒരു കണ്ടീഷണൽ റിലീസിൽ വിടണം. നമുക്ക് ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസറുണ്ട്, അവിടെ പോയിട്ട് അയാളെ ഒപ്പിടണം എന്ന് പറയാം. അയാളുടെ ഇത് നമുക്ക് വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവൻ ചിപ്പ് വെച്ച് കൂട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ മനുഷ്യനോട് ചെയ്യുന്ന കാര്യം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നിങ്ങളിതിപ്പോൾ തർക്കിക്കുക വെച്ചാൽ, ഞാൻ കണ്ട ആളാണ്, ഇവരെപ്പോഴും കാണുന്നത്. ഒരാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളൊരു ഉത്സവത്തിന് പോയപ്പോൾ കുറച്ച് പേര് ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഒരാളപ്പുറത്ത് മരിച്ചു വീണു. ഈ ബസ് ഇറക്കുന്ന 10 പേര് ജീവപര്യന്തം. അയാൾ അന്ന് ചെയ്തിട്ടുള്ളൊരു അബദ്ധമോ അല്ലെങ്കിൽ അന്ന് ചെയ്തിട്ടൊരു മനഃപൂർവ്വം തന്നെ ആയിക്കോട്ടെ, അന്ന് ചെയ്തു പോയതാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് നാളെ പോയി പിന്നെ ചുറ്റിയും പിടിച്ച് റിപ്പറാകാൻ പോകുന്ന ആളല്ല. അങ്ങനെ കുറച്ച് ഇൻകറജിബിൾ ആൾക്കാരുണ്ട്. certain percentage ഓഫ് എപ്പോഴും ജയിൽ പക്ഷികളെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. തിരിച്ച് ജയിലിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 30 വർഷമായിട്ട് 40 ജയിലിലേക്ക് സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട്. സിനിമയിൽ കാണുന്ന ഹരിശ്രീ അശോകൻ പോലത്തെ ആൾക്കാരുണ്ട്. വരിക അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് സംരക്ഷിക്കപ്പെടാനാണല്ലോ. അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. മുൻപ് എന്ന് പറയണത് വധശിക്ഷ 302 എന്ന് പറഞ്ഞാൽ വധശിക്ഷയായിരുന്നു. അതാണ് റൂളായിരുന്നു. പിന്നീടാണ് റയറസ്റ്റ് ഓഫ് റയർ കേസിലേക്ക് വന്നിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഞാൻ കണ്ണൂരിരിക്കുന്ന സമയത്ത് കണ്ണൂരിലത്തെ പഴയ രജിസ്റ്ററുകൾ, ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് രജിസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ ദിവസവും പേരുകൾ കാണാം. ഒരു 35-40 കാലഘട്ടങ്ങളിലൊക്കെ ജൂലൈ 12 ഒരു 3 പേരെ പൂശി, 14 2 പേരെ, അങ്ങനെ എഴുതിക്കുക. അത്ര കോമൺ ആയിരുന്നു. പിന്നീട് നമ്മൾ റയറസ്റ്റ് ഓഫ് റയർ കേസാക്കിയത്. ഇല്ല, ഇവിടെ നമ്മളിവിടെ ലാസ്റ്റ് നടന്നിട്ടില്ല 91 അല്ല, കണ്ണൂർ നടന്നത് മറ്റേ വാഗേരി ബാലകൃഷ്ണനോ അല്ല ഇപ്പർ ചന്ദ്രനോ വാഗേരി ബാല, 2 പേര്. ഞാനൊരു 2000-ലാണ് ജോലിക്ക് വരുന്നത്. അതിനുശേഷം നടന്നിട്ടില്ല. ഇല്ല, വിയ്യൂരില്ല. കണ്ണൂരിൽ ഒരു സമയത്ത് 2 പേരെ പൂശാവുന്ന സംഗതിയുണ്ട്. ഡബിൾ ഗാലോസ് ഉണ്ട്.
ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. കഴിവരങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കണമെന്നാണ് പറയുന്നത് ജയിലിൽ. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. കാരണം രണ്ട് കാര്യം, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എതിർക്കുന്ന ആൾക്കാർ പറയുന്ന ഒന്ന് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രജകളെ സംരക്ഷിക്കേണ്ട ആളാണ്, എടുക്കാൻ പാടില്ല. രണ്ട്, നാളെ ഇത് തെറ്റാൻ തെളിഞ്ഞ ഒരു തിരുത്തലില്ല. ഉണ്ടായിട്ടില്ലേ, എത്രയോ പേരുണ്ടായിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ പിന്നീട് നോക്കുമ്പോൾ 30 കൊല്ലത്തിന് മുമ്പ് DNA നോക്കിയപ്പോൾ അതല്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ലേ. അപ്പോൾ എന്ത് സമാധാനം പറയാണ്ടാവുക നമുക്ക്? അപ്പോൾ നമ്മൾ ഒരാളുടെ ജീവൻ എടുത്തു എന്നുള്ള ഹീനിയസ് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നല്ലൊരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മളവന് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് കൂച്ചുവലം കിട്ടി നമ്മൾ ജയിലിനകത്ത് പൂട്ടി. മാത്രമല്ല അവൻ്റെ സേവനത്തിൻ്റെ കുറേ ഭാഗം ഇപ്പോഴാണ് തുടങ്ങിയത്, വിക്ടിം കോമ്പൻസേഷന് വേണ്ടി കൊടുക്കണം. പിന്നെ നാളെ നമ്മൾ സോഷ്യൽ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ജയിൽ ചപ്പാത്തി ഇപ്പം 3 രൂപയാണ്, 2 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്? ഞങ്ങളുടെ മാജിക്കൊന്നുമല്ല, തടവുകാരുടെ സ്വെറ്റ് വിക്കറ്റ് തന്നെയാണ്, വേർപ്പോഹരി തന്നെയാണ്. ജയിലിൽ ഉണ്ടാക്കണമാണെങ്കിലും ഇന്ത്യൻ ഓഫീസിൽ ഉണ്ടാക്കുന്നതായാലും 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതായാലും ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രക്രിയ സ്റ്റൗവിന് മുമ്പിൽ നിന്ന് വേർത്ത് കുളിച്ചുണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ ആ തടവുകാരുടെ സർട്ടിഫിക്കറ്റാണ്, അത് വേർപ്പോഹരിയാണ് 2 രൂപ ചപ്പാത്തിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, സൊസൈറ്റിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളന്ന് ചപ്പാത്തി ഇറക്കിയപ്പോൾ ഞങ്ങളതിൻ്റെ പേരിട്ട ഫ്രീഡം എന്ന പേരിട്ടതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഫ്രീഡം ചപ്പാത്തി, ടേസ്റ്റ് ദ ഫ്രീഡം എന്ന ടാഗ് ലൈൻ. അതാരാ പറയുന്നത്? തടവുകാരാ പറയുന്നത്. ഫ്രീഡം ഇല്ലാത്ത ആൾക്കാർ പറയുകയാണ്. ഫ്രീഡം ഇല്ലാത്ത ആൾക്കാർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മളോട് പറയാം, കം ടേസ്റ്റ് ദ ഫ്രീഡം എന്നാണ് പറയുന്നത്. അപ്പോൾ വിപണിയുടെ ചപ്പാത്തിയുടെ വിലയെ ഞങ്ങൾക്ക് 2 രൂപയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഞങ്ങളുടെ അത്ഭുതമൊന്നുമില്ലല്ലോ, മാജിക്കൊന്നുമില്ല. അത് ഇവരുടെ ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ജയിലിൽ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾക്ക് പൈസ തരണ്ട, എനിക്ക് ജയിലിനുള്ള പൈസയായിരുന്നു. പിന്നെ ആ ഫെസിലിറ്റിക്ക് വാടക വേണ്ട, പിന്നെ തടവുകാരുടെ ഈ ചുരുങ്ങിയ വേതനവും അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ജയിൽ സ്ഥാപനങ്ങൾ എക്സ്ചക്കർക്ക് പൈസ ചിലവാകുന്ന ഇതാവരുത്. അതിന് ഒരു റവന്യൂ ജനറേറ്റിംഗ് മാർഗമാക്കണം. സെൽഫ് സഫിഷ്യൻസിയിലേക്ക് കുറച്ച് പോകാൻ സാധിക്കണം. ഞാൻ തെളിയിച്ചിട്ടുണ്ട് ചെറിയ അംശം. ഞാനൊരു 30-40% വരെയൊക്കെ ജയിലുകളെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് പോസിബിൾ. റവന്യൂ 40% ഇൻ ദി സെൻസ്, ഫോർ എക്സാമ്പിൾ പാലക്കാട് ജില്ലാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ, പാലക്കാട് ജില്ലാ ജയിൽ കോട്ടയ്ക്കകത്ത് നിന്ന് മറ്റേ പുതിയ സ്ഥലത്തേക്ക് മലമ്പുഴയിലേക്ക് മാറിയതാണ്. അപ്പോൾ 8 ഏക്കർ ബാരൽ ലാൻഡായിരുന്നു. അപ്പോൾ നമുക്ക് പണി തരാൻ വേണ്ടി ഇട്ട് തന്നെയാണ്. നമ്മൾ പോയ നല്ല കുഴിവെട്ടിയാണ്, പണിതോളം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ഇനി 2 കൊല്ലം കൊണ്ട് നമ്മൾ ശരിക്കും അവിടെ പൂങ്കാവനമാക്കി. അവിടെ നമ്മൾ വെജിറ്റബിൾ കൾട്ടിവേഷൻ ഏകദേശം നമ്മൾ 25% നമ്മുടെ റിക്വയർമെൻറ്റിന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തു. ഗോശാല സ്ഥാപിച്ചിട്ട് പാൽ കാര്യത്തിൽ നമ്മൾ 20-25% നമ്മൾ സ്വയം പര്യാപ്തമായി. ബയോഗ്യാസിൻ്റെ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് സ്ലറി എല്ലാം വേസ്റ്റ് എല്ലാം പോയിട്ട് LPG ഇനത്തിൽ നമുക്ക് ഒരു 10% നമുക്ക് കിട്ടി. ഇവൻ KSEBിയുടെ സോളാർ പ്ലാൻ അവിടെ സ്ഥാപിച്ചു, സൗര പ്രൊജക്റ്റ്. നമുക്ക് യാതൊരു ചിലവുമില്ല. 78 കിലോവാട്ട് അവിടെ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളുടെ കറണ്ടിൻ്റെ ഇതിലും ഞങ്ങൾക്ക് 15-20% കിട്ടി. അപ്പോൾ അത് നമുക്ക് സ്വയം പര്യാപ്തത്തിന് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഇത്രയും മാൻ പവർ ഉള്ളതുകൊണ്ട് നമുക്ക് സാധിക്കും. അത് പക്ഷേ അങ്ങനെ ആരും നിഷ്കർഷിക്കുന്നുമില്ല, അത് ചെയ്യുന്നുമില്ല. ചെയ്ത ആൾക്ക് പണി കിട്ടുകയും ചെയ്യും.